എന്താ പറയുക, ഓരോ മലയാളികളും കണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. എന്താ പറയുക, ഒരു നിവിൻ പോളി ഒരു ശക്തമായ തിരിച്ചുവരും. പിന്നെ എല്ലാവർക്കും അറിയാം, ഡിജോ ജോസിൻ്റെ ഒരു സംവിധാനം, അയാളുടെ ഒരു ഇത് സാധാരണ ഒരു മലയാളി യുവാൻ തുടങ്ങിയിട്ട് വേറെ തലത്തിലേക്ക് വന്നു. ഞാൻ പറഞ്ഞത് സ്പോയിലർ ആക്കുന്നത്, എന്തായാലും എല്ലാവർക്കും കണ്ടിരിക്കുന്നത് നല്ലതാണ്. പടത്തിൻ്റെ തീം കൊള്ളാം, വളരെ നല്ല തീമാണ്. ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒക്കെ ഒരു ആവശ്യകതയൊക്കെയാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ക്ലൈമാക്സും ഗംഭീരമായിട്ടുണ്ട്. ഇതൊരു നല്ലൊരു തീമാണ്. കുറച്ച് കോമഡിയൊക്കെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനേക്കാളും കോമഡിയൊന്നും അത്രയ്ക്ക് ആ നിതിൻ മോളിന്റെ ഒരു ലെവലിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനെക്കാട്ടും ഇമോഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല പടമാണ്. പിന്നെ നീമ്പോളിയുടെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. ധ്യാൻ ശ്രീനിവാസിന്റെ അഭിനയവും നല്ല രസമുണ്ട് കാണാൻ. പിന്നെ കഥ നമ്മൾ പറയുന്നതല്ല നല്ലത്, കാണുന്നത് തന്നെയാണ്. കുടുംബ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരുന്നു. കോമഡിയും ഉണ്ട്, നമുക്ക് എന്നാ ഇമോഷനും ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് എന്നാ നമ്മുടെ ഇന്ത്യ നമ്മുടെ അഭിമാനം. ഇന്റർവ്യൂവിൽ ഒരു ചെറിയ ഒരു ലാഗ് തോന്നി, എന്നാലും ഇന്റർവ്യൂല് കഴിഞ്ഞ് നന്നായിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ മതം കൂട്ടിയാൽ അതിൻ്റെ ദൂഷ്യഫലങ്ങളൊക്കെയാണ് പറയുന്നത്. ഒരു വിദ്യാഭ്യാസ പടം, നല്ലൊരു ഫീൽ ഗുഡ് മൂവി. ഇന്റർവ്യൂവിൽ വരെ ഇച്ചിരി ലാഗ് തോന്നിയിരുന്നു, പക്ഷേ ഇന്റർവ്യൂവിൽ അവസാനമായപ്പോഴത്തേക്ക് ക്ലൈമാക്സിൽ നന്നായിട്ട് പടം എടുത്തിട്ടുണ്ട്. ഞാനും എല്ലാവരും നീമ്പോളിക്ക് അടിപൊളിയായിട്ടുണ്ട്. ഒരു ഷൈൻ ടോം ഒരു സീനേ ഉള്ളെങ്കിലും പുള്ളി നന്നാക്കിയിട്ട് ആ സീൻ ചെയ്തിട്ടുണ്ട്. ഞാൻ സിനിമ ഇന്റർവ്യൂവിലേ ഉള്ളൂ, എന്നാലും നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളി നല്ല കോമഡി ആയിട്ടുണ്ട്. പുള്ളി ഒരു ഇന്റർവ്യൂ താരമല്ല, ഒരു സിനിമ വിജയിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് കേട്ടോ. ഓക്കെ, നല്ല മെസ്സേജ് ഉണ്ട്, അതോടൊപ്പം തന്നെ നല്ല എൻ്റർടൈനറാണ്. യാതൊരു ലാഗും ഞാൻ കാണുന്നില്ല. നിവിൻ്റെ പെർഫോമൻസ് ഉയർന്നാണ്. കോമഡി മാത്രമല്ല, സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഉണ്ട്. വർഷത്തിന് ശേഷം പറഞ്ഞാൽ കോമഡി മാത്രമാണെങ്കിൽ കോമഡി, സെൻറ്റിമെൻറ്റ്സ്, റിലീജിയൻ, പൊളിറ്റിക്സ് എല്ലാം ഉണ്ട്. ജനഗണന പോലെ രാഷ്ട്രീയപരമായിട്ട് മാത്രമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിജോയുടെ മേക്കിംഗ് നല്ലതാണ്. ആദ്യം നെഗറ്റീവ് പറഞ്ഞാൽ ദിവ്യനും മനസ്സിലാക്കി ആ പേരിങ് ശരിയാവുന്നുണ്ട്, ഏജ് ഗ്യാപ്പ് ഉണ്ട്. ഇല്ലെങ്കിൽ നല്ലൊരു എൻ്റർടൈനറാണ്, ഒപ്പം നല്ല മെസ്സേജും ഉണ്ട്. ഡിജോയുടെ തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണ്. നല്ലൊരു നിവിൻ്റെ ശക്തമായ തിരിച്ചുവരവാണ്. വർഷത്തിന് ശേഷം കോമഡി ആണെങ്കിൽ എല്ലാ എലമെൻസും ഉണ്ട്. രാഷ്ട്രീയപരമായിട്ട് മതപരമായി ചർച്ച ചെയ്യുന്ന ഫിലിമാണ്. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. ഹിറ്റായിരിക്കും, പടം ഹിറ്റായിരിക്കും. ലിസ്റ്റിന് ഇപ്പോഴത്തെ മാർക്കറ്റ് അറിയാമല്ലോ. ഡിജോ ആണെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാരെ പലിച്ചറിയാണല്ലോ. ഇങ്ങനത്തെ ഫിലിംസാണ് വരുന്നത്. ഫസ്റ്റ് ഹാഫിൽ കോമഡി മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഹാഫിൽ എല്ലാ എലമെൻസും ഉണ്ട്. നല്ല എൻ്റർടൈനറാണ്, അപ്പോൾ മെസ്സേജും ഉണ്ട്. നിവിൻ്റെ തിരിച്ചുവരവാണ്. ഫസ്റ്റ് ഹാഫ് ലാഗാണ്, പക്ഷെ കോമഡിയാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ ഇച്ചിരി ലാഗ് അടിക്കുമെങ്കിലും പക്ഷെ സെക്കൻഡ് ഹാഫ് എനിക്ക് തോന്നുന്നു ഫുൾ ആടുജീവിതം പോലത്തെ സെക്കൻഡ് ഹാഫ് ഫുൾ മരുഭൂമിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഭയങ്കര ഇമോഷണൽ ഡ്രാമ അങ്ങനത്തെ ഒരു ടൈപ്പാണ് ലാസ്റ്റ് വരുമ്പോൾ. അത് കഴിഞ്ഞ് ഒരു കോമഡി ട്രോപ്പിക്കൽ